പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണമേ. നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കുമെന്ന് പറഞ്ഞ അലസിൻ്റെ കർത്താവ് നിന്റെ വഴിയാത്ര നിനക്ക് മുമ്പേ പോവുകയും ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് നിൻ്റെ വഴിയാത്ര നടത്താൻ കർത്താവ് നിന്നെ പ്രാർത്ഥനയായി പൂരിതമാക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിനക്ക് പകൽ മേഘസ്തംഭവും രാത്രി തീർത്തുമായി നയിച്ച ദൈവത്തിൻ്റെ ചരിത്ര ചൈതന്യം നിന്നെ ചുഴന്നു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സംസാരിക്കുന്ന വ്യക്തിയുടെ പരിശുദ്ധാത്മ നിറയട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തിയെ പരിശുദ്ധാത്മ നിറയട്ടെ. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ഈ വഴിയെ ഇതിനു മുമ്പ് നീ പോയിട്ടില്ല, നീ പോകേണ്ട ഒരു പുതിയ വഴി ഞാൻ നീ നയിക്കുന്നല്ല ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നീ പോകുന്ന വഴിക്ക് നീ നയിക്കപ്പെടേണ്ട പുതിയ വഴികളെ കർത്താവ് നിനക്ക് കാണിച്ചു തരികയും നിന്നെ സഹായിക്കുന്ന പുതിയ ദൂതന്മാരെ കർത്താവ് നിൻ്റെ വഴിയാത്രയിൽ സമാന്തരമായിട്ട് യാത്രയാക്കുകയും നിൻ്റെ സംരംഭങ്ങളെല്ലാം അവൻ ചെയ്തതെല്ലാം കർത്താവ് ശുഭമാക്കുകയും ചെയ്തെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശുഭോദർക്കമായ ആശംസകൾ അക്ഷരാർത്ഥത്തിൽ നിൻ്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് നീ കണ്ണീരോടെ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. നീ ജീവിതത്തിലെ സന്തോഷത്തോടെ ആർഭാടത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരാൻ കർത്താവിൻ്റെ നാമത്തിൽ വിജയത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവൻ്റെയും പുനരുദ്ധരിച്ചതിൻ്റെ വിജയത്തിൻ്റെ അടയാളമായ സിലുവയുടെ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. അതായത് ജോഷുവയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഉടമ്പടിയുടെ പരാധീനതകൾ കണ്ടെത്തുന്നത്. എന്തുകൊണ്ട് ഉടമ്പടി എത്രയും വേഗം നിറവേറ്റാൻ ഒരു വ്യക്തിയുടെ നിലപാട് എന്താണ്? എന്ത് നിലപാട് കൈവരിച്ചാൽ
ഉടമ്പടി പെട്ടെന്ന് ആക്റ്റീവ് ആകുമെന്നുള്ളത് ജോഷുവാണ് പറയണത്. ഇതാണ്, നിങ്ങൾ പിറുപിറുക്കരുത്, പിന്നെന്താണ്, മത്സരിക്കരുത്. അതായത് പിറുപിറുപ്പ് സ്വന്തം കഴിവുകേടിനോടാകാം, മറ്റുള്ളവരോട് അസൂയയാകാം. അതുപോലെ മത്സരിക്കുന്നത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ ശ്രമമാകാം. അതെല്ലാം ഉടമ്പടിയിൽ നമ്മുടെ വില്ലത്തരങ്ങളായിട്ട് വരും. അതായത് പുറപ്പാട് 15:24 ഈജിപ്തിൽ നിന്ന് പോകുന്ന ജനം 3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ല. അപ്പോൾ ജനം പിറുപിറുത്തു. ഈ ഉടമ്പടിയിൽ വരുന്നൊരു വിഷയമാണത്. അതുകൊണ്ടാണ് മാറായിലെ വെള്ളം കഴിക്കാൻ കാര്യം. അനുഭവിക്കാൻ യോഗ്യതയില്ലല്ലോ അവന്മാരെ. പിറുപിറുത്താൽ മത്സരിച്ചാൽ വെള്ളം കിട്ടിയാലും കഴിച്ചു പോകും. നിസ്സാരമല്ലേ ഈ പിറുപിറുപ്പേ. മത്സരം അങ്ങനെയാണ്. നമുക്ക് ജോലി കിട്ടും, നമ്മൾ കല്യാണം കഴിക്കും, പക്ഷെ സമാധാനം ഉണ്ടാകത്തില്ല. മക്കളുണ്ടാവും, അവരത് നമ്മൾ അനുസരിക്കത്തില്ല. എന്താണ്? ദൈവത്തോടുള്ള മറുതലിപ്പാണ്. നിയമാവർത്തനം 9:7 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കോപിപ്പിച്ചത് എങ്ങനെയെന്ന് ഓർമ്മിക്കുവിൻ. അത് മറക്കരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് പുറത്തു വന്ന ദിവസം മുതൽ ഇവിടെ എത്തുന്നത് വരെ നിങ്ങൾ കർത്താവിനെതിരായി മത്സരിക്കുകയായിരുന്നു. ചില ആൾക്കാർ കർത്താവിന് മത്സരിക്കുക, പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അതെല്ലാം കിട്ടുന്നത്. പ്രാർത്ഥിക്കുന്നവരാണ് ജയിക്കണത്, പ്രാർത്ഥിക്കുന്നവരാണ് ജോലി കിട്ടുന്നത്, പ്രാർത്ഥനയിലേക്ക് കിട്ടുമോ നോക്കട്ടെ എന്നൊക്കെ പറയത്തില്ലേ. ചില ആൾക്കാർ 2 വെള്ളിക്കും ചവിട്ടും. നമ്മളിപ്പോൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തിൽ മാത്രം നിൽക്കണം. അതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ ഉത്തരം താമസിച്ചു പോയാൽ അവർക്ക് കിട്ടിയല്ല, ഇവർക്ക് കിട്ടിയല്ല, അവർ പ്രാർത്ഥിച്ചിട്ടാണ് കിട്ടിയത്, അവർക്ക് ഉടമ്പടി എടുത്തിട്ടാണ് കിട്ടിയത്, എന്നിട്ട് അവർ കേടായി പോയല്ലോ, ഞാനിതെല്ലാം കഷ്ടപ്പെട്ടിട്ടില്ലേ, എന്നിട്ട് അത് എനിക്കൊന്നും കിട്ടിയില്ല. ഇതാണ് മറുതലിപ്പെന്ന് പറയുന്നത്. മറിച്ച് നമുക്കറിയില്ല, ഉടമ്പടിയുടെ ഏറ്റവും വലിയ നിയോഗം എന്താണ്? ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളല്ല, ദൈവം തന്നെയാണ്. ഈ ദൈവം തന്നെയാണ് ഉടമ്പടി ഏറ്റവും വലിയ നിയോഗങ്ങൾ എന്ന് നീ തിരിച്ചറിയുന്നവരെ മറുതലിച്ചുകൊണ്ടേയിരിക്കും ചിലരെ. ദൈവത്തോടുള്ള മറുതലിപ്പ് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, ഈ മോസസ് ജനങ്ങളോട് സംസാരിക്കത്തില്ലേ, അന്ന് മൈക്കില്ലല്ലോ. അത് കാരണം ഈ ആൾക്കാർ പറഞ്ഞ് പിടിപ്പിക്കണമെങ്കിൽ 50 പേരോട് പറഞ്ഞിട്ട് 50 പേര് മറ്റ് 50 പേരോട് പറഞ്ഞ് അവർ അപ്പുറത്ത് 50 പേരോട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിലൊക്കെ ഈ വചനം പ്രസംഗിക്കണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്. അവരാണ് ഈ മറുതലിപ്പുകാർ, പുറകെ നിൽക്കുന്ന ആൾക്കാർ. ചില ആൾക്കാർ വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരാൻ പറയത്തില്ലേ, വചനം കേൾക്കാൻ വേണ്ടി അടുത്ത് വരികയെന്ന് പറയും. അത് വചനത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വാക്കാണ് അകന്ന് നിൽക്കുന്നവൻ എല്ലാ നല്ല കാര്യങ്ങളോടും മറുതലിക്കുന്നു. അപ്പോൾ ഈ ആരാണ് മറുതലിക്കണത്? സുഭാഷിതങ്ങൾ 18:1 വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ച് നിൽക്കാൻ പഴുതു നോക്കുന്നു. അപ്പോൾ ഈ മറുതലിപ്പ് മനസ്സിലായില്ലേ? വേറിട്ട് നിൽക്കുന്നവനാണ് മറുതലിച്ച് നിൽക്കുന്നത്. ഈ ദൈവത്തോട് ഈ പുറപ്പാട് യാത്രയിൽ മറുതലിപ്പ് ഉണ്ടായിരിക്കുന്ന ആരിൽ നിന്നാണ്? വേറിട്ട് നിന്നവരിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. മോസസ് പറയുമ്പോൾ വേറെ വേറെ കാര്യം പറഞ്ഞുകൊണ്ട് പുറകിൽ കൊണ്ട് കുത്തിരിക്കും, ഗ്രൂപ്പ് കൂടി കുറിം കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരാ മറുതലിച്ചിരുന്നത്. എന്ത് പറ്റി? മരുഭൂമി മരിച്ചു വീണ് അവന്മാരെ അടക്കിക്കൊണ്ട് അവന്മാരുടെ പുറത്തോട്ട് കയറിക്കൊണ്ടാണ് പിന്നീട് ബാക്കിയുള്ള ജനം, അവരുടെ മക്കൾ അതാണ് നാട് പ്രഭാവിക്കുന്നത്. മറുതലിപ്പത്തെ നല്ല സുഖമുള്ള ഏർപ്പാടല്ല. വേറിട്ട് നിൽക്കാൻ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള, വേറിട്ട് നിൽക്കാതിരിക്കാനുള്ള നടപടിക്രമമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊരു സരസ്വതി ഇവിടെ ഒരു കിടിലൻ സാക്ഷി പറഞ്ഞു. സരസ്വതി എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണ്. അവർ പറയണേ, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകണമെങ്കിൽ 3 ദിവസം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്രയിൽ. അപ്പോൾ സരസ്വതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് രാവിലെ അവിടെ ചെന്ന് 3-ാം ദിവസം അവിടെ എത്തുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പത്രം കൊടുക്കാൻ ഇറങ്ങും. തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സന്ധ്യ വരെ ആ പത്രം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. വെറുതെ ഇട്ടച്ചും പോണതല്ല, തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഇതുകൊണ്ട് മാതാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ വിശപ്പും ദാഹവും അറിയാതെ അതിന് ആന്തരിക സൗഖ്യം പ്രാപിച്ചിട്ടാണ് സരസ്വതി തിരിച്ചു വരണത്. അവർക്ക് തന്നെ ആ ഒരു മേഖല, പണ്ടുണ്ടായിരുന്ന നിരാശയും സങ്കടത്തിൻ്റെ മേഖലയിൽ നിന്നുണ്ട്. അതായത് അവിടെ ഭൗതിക സാഹചര്യം മാറ്റമില്ല, പക്ഷേ ആ ഭൗതിക സാഹചര്യം പണ്ടുണ്ടായിരുന്ന ആഴവും അതിൻ്റെ തീപ്പൊള്ളൽ ഇന്ന് അനുഭവിക്കണില്ല. അവിടെ സരസ്വതിക്ക് ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആ വിഷയത്തിൽ തനിക്കിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവം തന്നെ കാക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്ന രീതിയിൽ വളരെ ആന്തരികമായ കൃപയിലാണ് ഇവർ പോണത്.
പക്ഷെ അവിടെ ജോലി അവർ മനോഹരമായിട്ട് ചെയ്യണേ. ഇത് തന്നെയാണ് ഇപ്പോൾ വൈശാഖിന് സംഭവിച്ചിരിക്കുന്നത്. വൈശാഖിന് ഈ അനുഗ്രഹം കിട്ടി, ധർമ്മക്കാരൻ്റെ അനുഗ്രഹം കിട്ടിയോടുകൂടി ഈ മനുഷ്യന് ഭയങ്കര, ഈ നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ത്രസിപ്പ് തോന്നി. വന്ന് ഭാര്യയോട് പറഞ്ഞിട്ടും തീരില്ല, അയാളെന്നെ അനുഗ്രഹിച്ചടി, അയാളെന്നെ അനുഗ്രഹിച്ചെന്ന് പറയും. അപ്പോൾ വൈഫ് പറയാം, അയാളല്ല അനുഗ്രഹിച്ചത്, കർത്താവോട് എങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറയും. എന്നുവെച്ചാൽ അയാളിലൂടെ അതാരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, അതാരാണ് ധർമ്മക്കാരെന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം നിൽക്കണ അറിയത്തില്ലല്ലോ. പക്ഷേ ദൈവം നിന്നത് പോലെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് പിറ്റേ ദിവസം കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട്, വൈശാഖെ നിങ്ങൾ തിരിച്ച് റീജോയിൻ ചെയ്യണില്ലേ, നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി, നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായില്ലെന്നാണ് കമ്പനിയിൽ നിന്ന് കേൾക്കണത്, കമ്പനി പറയണത്. അപ്പോൾ സാറേ ശരിയായിട്ടില്ല, കാശെല്ലാം പോയി, വേറെടുത്ത കാശെല്ലാം പോയി, എല്ലാം ആശുപത്രി പോയി, ഇൻഷുറൻസ് ശരിയായിട്ടില്ല. താൻ കുഴപ്പമില്ല, അതിങ്ങോട്ട് പോരാൻ പറ്റും, നാളെ തൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ 10 ലക്ഷം ദിർഹംസ് വിടുന്നുണ്ടെന്ന്. ഒന്ന് ചിന്തിച്ചേക്ക്. അയാള് ആ 10 ലക്ഷം ദിർഹംസ് 10 ദിർഹംസിനും കൊടുക്കണമല്ലോ. അപ്പം ഞാനെങ്ങനെ ഓർത്തെന്നറിയാവോ, ഈ കർത്താവിൻ്റെ വചനം, ആ വചനത്തിൽ നമ്മളെ സന്തോഷത്തോടെ അത് കൈമാറി കഴിയുമ്പോൾ ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കും ആരോടായാലും. അത് വൈശാഖമായാലും ശരി, അതുപോലെ തന്നെ ആരാണ് ദൈവത്തോട് സന്തോഷത്തോടെ വചനം പാലിക്കേണ്ടത്. അങ്ങനെ ഒരു വചനമുണ്ട് കേട്ടോ, ലുക്കാ 6:38. അതെ, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, പറഞ്ഞ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. അതാണ് ആരാണ് തന്നത്, അവനാണ്. ആര്? ദൈവം. ആരുടെ വചനമാണ്? ഇതെല്ലാം വാഗ്ദാനമാണ്. കിട്ടും, കൊടുക്കും, ലഭിക്കും എന്നൊക്കെ പറയുന്നത് എല്ലാം പ്രോമിസാണ്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് 8870 പ്രോമിസിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ കോവിഡ് പിടിച്ച് 2 മാസത്തോളം 1.5 മാസത്തോളം, എനിക്ക് 2 പ്രാവശ്യം കോവിഡ് പിടിച്ചു കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? 2 പ്രാവശ്യം എനിക്ക് കോവിഡ് പിടിച്ച്. എന്താ, ആരാ കോവിഡ് തന്നത്? നിങ്ങളല്ലേ തന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയല്ലേ, ഞാൻ പുറത്ത് പോകണില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് കാലത്തും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ കേട്ടോണ്ട് തന്നെ. അപ്പോൾ ഒത്തിരി പേര് വരുമ്പോൾ ആരെങ്കിലും കയറി കയ്യെ പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത് നീക്കുക, തുമ്മുക ചെയ്യുമ്പോൾ അത് കിട്ടും. അതാണ് 2 പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ 1.5 മാസം ഞാൻ കടന്നുപോയി. കാര്യം 1.5 മാസം ഞാനും വിജയകുമാർ മാത്രം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ കിടക്കുകയാണ് ഒറ്റയ്ക്ക്. അപ്പോൾ എന്നെ നോക്കിയത് മുഴുവനും നാഫർ എന്ന് പറഞ്ഞൊരു മുസ്ലിം സഹോദരനാണ്. അയാളാണെങ്കിൽ എൻ്റെ പൾസും എൻ്റെ ശ്വാസവും നോക്കാൻ വേണ്ടി വട്ടം കിടക്കുകയാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളെ കണ്ടപ്പോൾ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അന്ന് 1.5 മാസം രാത്രി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക, ശ്വാസം കിട്ടാത്ത ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ എൻ്റെ മേലിൽ ജപമാല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാഫർ അടുത്ത് കിടക്കുകയാണ് വട്ടം. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പന്തികൾ കണ്ട അപ്പോൾ പുള്ളിക്ക് അകത്തോട്ട് വരാൻ വേണ്ടി പുള്ളി പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മനുഷ്യനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബന്ധുക്കളല്ല, സ്വന്തപ്പെട്ടുള്ള സഹപ്രവർത്തകരല്ല, ആരുമല്ല. ഇത് നിങ്ങൾ ഓർക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും താങ്ങണതും തലോടണമെല്ലാം നാളെ നിങ്ങൾക്ക് അവർ പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ നിങ്ങൾ താങ്ങണതും തലോടേണ്ടതും ദൈവത്തെ മാത്രമാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ് വെച്ചായിരിക്കും നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത്. പക്ഷേ ദൈവത്തോട് മാത്രം അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ യഥാർത്ഥ സമയത്ത് ദൈവമാണ് ആളെ ദൂത വിടുന്നത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ശ്രുതികട ഹല്ലേലൂയ. Take the word of God. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ പറഞ്ഞേ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ. അപ്പൊ ഈ നാഫർ ആരാണ് എന്റെ ഇരിക്കണേ? അവന്റെ ദൂതനാ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൂതനെ അയക്കും. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യും? അവൻ നിന്റെ വഴികളിൽ പറഞ്ഞേ നിന്നെ കാത്തുകൊള്ളും. അപ്പൊ നമ്മുടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊന്നും അല്ല. ആരെയാണ്? ദൈവത്തെയാണ്. അവൻ്റെ ദൂതനാണ്. അതായത് ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. ചില ആൾക്കാർ മക്കളെ എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുകയാണ്. ചില അമ്മമാർ അവനോട് ഇപ്പം നിങ്ങൾ ദുബായിലോ റോമിലേക്കുള്ള മക്കളെ നിങ്ങൾ വിളിക്കും, എന്നിട്ട് കഴിച്ചാടാ കുടിച്ചാടാ കുളിച്ചാടാ എന്നൊക്കെ ചോദിക്കും. പ്രാർത്ഥിച്ചാടാന്ന് ഒരിക്കലും ചോദിക്കത്തില്ല ഈ പന്നി. അതാ പ്രശ്നം. എന്താ പ്രശ്നം? ജീവിതത്തിൽ അവർ ബേസിക്കായിട്ട് അമ്മയാണെങ്കിലും ലോകത്താൻ ജീവിയാണ്. അത് കാരണം അവളുടെ ആധ്യാത്മികതയെക്കുറിച്ച് അവർക്ക് കൺസെപ്റ്റ് ഇല്ല. എന്താ കാര്യം? ഇതിനാണ് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബന്ധങ്ങളുടെ പരിപോഷണങ്ങളും ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഒരു
മൈനറായിട്ടുള്ള ഒരു കൺസലേഷനിലൂടെ പോകത്തുള്ളൂ. ദൈവത്തെ മേജർ മിറക്കിൾസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മേജർ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാനെന്താ 12 കൊല്ലം ഈ വിജയകുമാറിൻ്റെ ഹോട്ടൽ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച 12 കൊല്ലം. കാര്യം ഇത് മുഴുവൻ റിലയൻസിൻ്റെ ലോൺ എടുത്തിട്ട് ചെയ്യണതാണ്. ആ റിലയൻസിൻ്റെ ലോൺ എന്ന് പറയുമ്പോൾ അതിന് പണ്ടാര പലിശ കയറിയിട്ട് കോടികളുടെ കടത്തിൽ വിജയകുമാർ മുങ്ങുകയാണ്. ആരോടും പറയിക്കാതെ പുതിയ പുതിയ ലോൺ എടുത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ മിടുക്കനായിട്ട് വരും, സിമ്പിളായിട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ രണ്ടുപേർക്കും രഹസ്യങ്ങൾ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദിവസം എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ഹോട്ടൽ വിൽക്കണില്ല. ഹോട്ടൽ വിൽക്കാനല്ല, വേറെ ഒന്നും വിൽക്കാൻ അവിടെ ഇല്ല താനും. സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ സ്ഥലങ്ങളാണ് കിടക്കുന്നത്, അതൊന്നും വിറ്റ് പോകണില്ല. എല്ലാം റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. പല സ്ഥലങ്ങൾക്കും പല പ്രശ്നങ്ങളാണ് കിടക്കുന്നത്, റവന്യൂ പ്രോബ്ലംസ്. അപ്പോൾ വിജയകുമാർ അങ്ങനെ ഒരു വല്ലാത്തൊരു 0 ലെവലിലേക്ക് വരികയാണ്. അപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കോവിഡാണ്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഓക്കെ അച്ഛൻ കമ്മെന്ന് പറഞ്ഞു, നമുക്കവിടെ എളുപ്പം വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്തിരിക്കണത്, എനിക്ക് കോവിഡാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കോവിഡ് ആശുപത്രി, കോവിഡ് രോഗികളുടെ പോലെ അവിടുത്തെ ഒരു കോയമ്പത്തൂർ ആശുപത്രി കിടക്കണം, ചാർത്തിൽ കിടക്കണം. ഒരു ചാർത്താണ് ഉണ്ടായിരുന്നത്. കാര്യം കോവിഡുകാരെല്ലാം അവരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ കുറേ കോവിഡ്, അതൊക്കെ കാലത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കോവിഡുകാരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് രാത്രിയാണ് അവിടെ പോയി അഡ്മിറ്റ് ചെയ്യണത്. പക്ഷേ എന്താ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈ ആന്തരിക അഭിഷേകം നിങ്ങളോട് എന്താ പറയാൻ കാരണം, ഇത്രയും ഇഷ്യൂസിലാണ് നിൽക്കുന്നത്. ചില കോവിഡുകാർ മരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അതായത് ഞാൻ റിലീവ്ഡ് ആകുമെന്നും എനിക്ക് ഐ ആം സോ ലൈവ് ആൻഡ് സോ ഹാപ്പി ആസ് ഇഫ് ഐ ആം നോട്ട് അഫക്റ്റഡ് ബൈ കോവിഡ്. അതായത് ഇത് സംഭവിക്കാത്ത പോലെ, ഞാൻ കോവിഡ് അഫക്റ്റഡ് അല്ലാത്തതുപോലെ ഞാൻ ഹാപ്പിയാണ്. രാത്രി പിന്നെ വ്യത്യാസം 3 മണിയായപ്പോൾ എന്നെ മുറിയിലോട്ട് മാറ്റിയിട്ട് 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഹോട്ടലിലോട്ട് മാറ്റി. അപ്പോൾ ഈ സമയങ്ങളെല്ലാം എൻ്റെ കൂടെ ജപമാല ഇരിക്കണം. അതിൻ്റെ നിങ്ങൾക്ക് അഭിഷേകം, പ്രാർത്ഥനയിൽ അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾ ജപമാലയിൽ നിന്ന് അഭിഷേകം മേടിക്കേണ്ടത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് കാട്ടിലും ഏത് കോവിഡിലും കിടന്നുകൊണ്ട് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത്തിരി ഓർമ്മ മതി. എന്താണ് ജപമാലയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ, അത്രയേ ഉള്ളൂ. ജപമാല ചെല്ലാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ മതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം മതി നിനക്ക് ഒരു ജപമാല ആക്ടിവേറ്റ് ആകാൻ. അപ്പോൾ ഞാൻ ഈ ജപമാല എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ, ഒരു ദിവസം 10-40 ജപമാല ചെല്ലും. കിടക്കാനല്ല, ചുമയുള്ള കാരണം ഇങ്ങനെ കിടക്കാൻ പറ്റും, ഇങ്ങനെ താങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ എന്നിട്ട് ജപമാല ചെല്ലുകയാണ്. ജപമാല ചൊല്ലി ഒരു ദിവസം സാറ് കയറി വന്ന് മുറി. അപ്പോൾ സാറാണെങ്കിൽ കോവിഡാണെങ്കിൽ സാറിന് അങ്ങനെ പേടിയൊന്നുമില്ല. സാറിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നോട് പറഞ്ഞ്, അച്ഛാ കടം ഇത്തിരി പ്രശ്നമാകുന്നുണ്ട്, ഈ സംഭവം ഒന്ന് ഡിസ്പോസ് ആയാൽ മാത്രമേ, അതായത് ഹോട്ടലാണേ, ഡിസ്പോസ് ആയാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ ദിവസം ഞാനത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പോൾ കോവിഡ് രോഗം പിടിച്ച് എന്നിട്ടും ഉള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയിലില്ല. കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഈ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നുണ്ട്. രോഗിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാ, പ്രാർത്ഥനയുടെ മൂല്യം കൂടും. പണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊന്തയ്ക്ക് 10 പോയിൻ്റ് ആണെങ്കിൽ നമ്മളൊരു വലിയ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊന്തയ്ക്ക് 40 പോയിൻ്റ് ആകും. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം, പ്രാർത്ഥനയുടെ മൂല്യം അത് ഏത് ശാരീരിക മാനസിക അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതെന്നാണ്. അതായത് നിങ്ങൾക്ക് പ്രാർത്ഥന വരം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ജിൻസിയില്ലേ, ജിൻസി എന്നാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻസിയുടെ ഭർത്താവിന് കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ ജിൻസി എന്താ പറയണത്, എനിക്ക് പിന്നെ പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയണത്. അതായത് ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ പിന്നെ എന്താ പറയണത്, എനിക്ക് പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ല. ഞാൻ പറയണത് പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ, പരിശുദ്ധ എന്താണ് പറയുന്നത് അവർക്ക് പിടിയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ. പ്രാർത്ഥനയെല്ലാം മറന്നുപോയി, വിശ്വാസപ്രമാണം മറന്നുപോയി, ജപമാല മറന്നുപോയി, പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കണം അറിയാൻ പാടില്ല, അതിൻ്റെ പ്രാർത്ഥനയുടെ സീക്വൻസ് മറന്നുപോയി, ക്രമമെല്ലാം തെറ്റിപ്പോയി. എൻ്റെ മാതാവേ എന്നുള്ളത് അത് ഒരു ചെറിയ മൈനർ പ്രാർത്ഥനാ അനുഭവമാണ്. പക്ഷേ നിങ്ങളുടെ ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രാർത്ഥനാ വരമെന്ന് പറയും. എല്ലാവർക്കും ഉള്ളത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ വരമല്ല. പ്രാർത്ഥനാ വരമെന്ന് പറയുന്നത് പ്രെയർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസിലാണ് പ്രാർത്ഥനാ വരമെന്ന് പറയും. എല്ലാവർക്കും പ്രാർത്ഥന ചെല്ലാൻ അറിയാം, അത് പക്ഷേ മേജർ ആയിട്ടുള്ള വിഷയം വന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല വരും. തന്നെയല്ല, മേജറായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കിട്ടത്തില്ല, ചെല്ലാൻ കിട്ടത്തില്ല. അല്ല പറയാം, എനിക്ക് പ്രാർത്ഥന കിട്ടില്ല, ഞാൻ എല്ലാ പ്രാർത്ഥനയും മറന്നുപോയി, ഡിലീറ്റായിപ്പോയി പ്രാർത്ഥന, ആവിയായിപ്പോയി പ്രാർത്ഥന. വിശ്വാസം ആവിയാവുകയും പ്രാർത്ഥന ഡിലീറ്റായും ചെയ്യുന്ന ഒരു ഭയങ്കര കാളരാത്രി. പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചില്ല. ശരിക്കും ഞാനത് വളരെ ബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാറ് പറയണത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാനത് പ്രാർത്ഥനയെ വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഞാൻ അവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, ഇത്രയും നാൾ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അവർക്കൊരു പ്രോജക്റ്റ് വന്ന് ആ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന്. അവരുടനെ സാറിനോട് വന്ന് ചോദിച്ചു,
ഈ ഹോസ്പിറ്റൽ നിങ്ങളുടെ ഹോട്ടൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ വരെയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് ഇതിന് 22 കോടി എന്ന് പറഞ്ഞു. 22 കോടി എന്ന് പറഞ്ഞു. 22 കോടി എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു 22 കോടി എന്നാ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കടങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞാൽ എന്ത് മിച്ചം ഉണ്ടാകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞു, സാറേ എത്ര കുറച്ചാലും 18 താഴെ കുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും സംഭവം നമുക്ക് കിട്ടുമെന്നൊരു ബോധമല്ല നമുക്കുള്ളത്, ഒരു ബോധമാണുള്ളത്. പക്ഷേ ആ ഒരു ആഴ്ച തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകണമെമ്പോൾ തന്നെ ഒരു കെട്ട് പൈസയുമായിട്ട് സാറ് വന്നു. എന്താ കാര്യം? അഡ്വാൻസ് തന്നതാണ്. കുറച്ച് ക്യാഷും കുറേ ചെക്കുമായിട്ട് അവിടെ നടക്കണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഈ അനുഭവങ്ങൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലേശകാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി എടുത്തല്ല, ദൈവം എനിക്കിട്ട് എന്താ ഇങ്ങനെ ചെയ്തത്, ഉടമ്പടി എടുക്കാത്തവളൊക്കെ വെള്ളം അടിച്ച് സുന്ദരമായിട്ട് നടക്കണം, കല്യാണം കെട്ടിച്ചും ഒക്കെ നടക്കണം, എനിക്ക് മാത്രമാണ് പ്രയാസം എന്ന് നിങ്ങൾ പറയരുത്. നമ്മളുടെ നിലപാട്, ഞാൻ 12 കൊല്ലം ആ ഹോട്ടൽ വിൽക്കാനുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ഹോട്ടൽ ഒഴുക്കാനും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്ത് കടം കൊണ്ടാലും ഇതിന് ഫ്രണ്ടിലുള്ള സ്ഥലം എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെ എടുക്കും, പണ്ടിലുള്ള സ്ഥലത്തൊക്കെ കോയമ്പത്തൂർ ഭയങ്കര വിലയാണ്. ഞാൻ പറഞ്ഞ് കടം മേടിച്ചാലും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. കാര്യം എൻ്റെ മനസ്സിൽ അന്ന് സാറിൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞ്, ഇന്നല്ലെങ്കിൽ സാററിയണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് ഞാൻ വെഞ്ചരിച്ചിട്ട് പോരണത്. വെഞ്ചരിക്കുകയും ചെയ്തിട്ട് ഒട്ടൻ്റെ വിൽപ്പനയും തീരുമാനിച്ചിട്ടാണ് പോരണത് അവിടുന്ന്. എന്താ കാര്യം? അതാണ് എൻ്റെ കിടപ്പെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുന്ന റവന്യൂ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അത് സേഫ് ആക്കണം അത്രയും സ്ഥലം. അതായത് നമുക്ക് ആരെങ്കിലും കൊടുത്താൽ എടുക്കണം, അവർക്ക് നാളെ പണി വരരുത്, അങ്ങനെ കറക്റ്റ് ചെയ്ത്. അപ്പോൾ പക്ഷേ ഇത്രയും 12 കൊല്ലമായിട്ട് നടക്കണില്ല. അപ്പം നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൂല്യം വർദ്ധിത, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മൂല്യം വർദ്ധനയുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിലവിലുള്ള കുരിശിനൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അതെപ്പോഴും ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ കുരിശിനെ റിജക്റ്റ് ചെയ്യണം ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ മൂല്യം പോകും. ഇപ്പം നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ കഴുത്തേക്കാരൻ്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ അവൾ തന്നെത്താനായിട്ട് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയണത് നിങ്ങൾ അവരെ തള്ളി പുറത്താക്കിയതാണ്, നിങ്ങളുടെ സ്വർണ്ണമൊക്കെ അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങൾ എടുത്തെന്നായിരിക്കും പറയണത്. അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങൾ എടുത്തെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവൾ വീട്ടിൽ പോയി നിൽക്കണതിന് നാട്ടുകാരോട് പറയാൻ ഒരു കാരണമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് പറ്റി? മകൻ്റെ ജീവിതം പോയി, നിങ്ങൾ കള്ളിയുമായി, അവളുടെ സ്വർണ്ണം അടിച്ച് മാറ്റിയ കള്ളിയുമായി നിങ്ങൾ ആകപ്പാടെ. അപ്പം നിങ്ങൾക്ക് വൈരാഗ്യവും വിദ്വേഷമേ കൂടത്തുള്ളൂ. അതല്ല, ആ കുരിശിനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. അവൾ എന്തും പറഞ്ഞോട്ടോ, എൻ്റെ മകൾ നാളെ ശരിയായിക്കൊള്ളും, അല്ലെങ്കിൽ കർത്താവ് അവളെ ശരിയാക്കും. അതിൻ്റെ പേര് നിങ്ങൾ പുതിയ പാപിയായിട്ട് മാറരുത്. പിന്നീട് പറഞ്ഞു കേട്ടില്ലേ, നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ തരുന്ന ഉടമ്പടി കാലം എന്ന് വെച്ചാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, അല്ലാതെ അതൊരു പ്രാർത്ഥനാ രീതിയല്ല. ഉടമ്പടി ഒരു ജീവിത രീതി. അതിന് ഉടമ്പടിയുടെ തനത് നിലപാടുണ്ട്, തനത് സമീപനമുണ്ട്, എല്ലാ വിഷയങ്ങളും. ഇതിനാണ് മാതാവ് സെപ്റ്റംബർ 7 ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഫയറാകുന്ന ഡിസ്പോസിഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ വൈശാഖിൻ്റെ കാര്യം തന്നെ എടുക്കാം. വൈശാഖിന് ഇപ്പോൾ എത്ര 10 ലക്ഷം ദിറംസ കിട്ടിയിരിക്കണം. 10 ദിറംസിന് പകരം ഉടനെ കമ്പനി അവനെ രണ്ടാമത് തിരിച്ചെടുക്കുകയും ചെയ്ത് അവന് 10 ലക്ഷം ദിറംസ് അവന് തീർച്ചയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ ലോണെല്ലാം അടച്ചു തീർത്ത്. നല്ല കാശായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷനെ. ആ ലോണെല്ലാം അടച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം, ഇത്രയും നാൾ കിട്ടായിരുന്ന ഇൻഷുറൻസ് മുഴുവനും പാസ്സായി. ഒരു മനുഷ്യൻ 10 ദിറംസ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് വരികയാണ്. എപ്പോഴും വിചാരിക്കേണ്ടത്, നിങ്ങൾ ചെയ്യണത് ഇത് കിട്ടുമെന്ന് ഓർത്തിട്ട് വൈശാഖ് ചെയ്തത് അല്ല. ഞാനിങ്ങനെ പറയണതുകൊണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തോട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത്, കർത്താവ് എന്നെ സംരക്ഷിക്കും, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും, അവൻ നിന്നെ കാത്തുകൊള്ളുന്ന സംഭവിക്കും. അതായത് കർത്താവിൻ്റെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കാവല് സംരക്ഷണം. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിന്റെ വഴികളിൽ, ജീവിത വഴിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കൃപാസനത്തിൽ വന്നിട്ട് വീട്ടിൽ പോയ വഴിയല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിത്യത വരെയാണ് നമ്മുടെ വഴിയുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴി എവിടുന്ന അവൾ നിത്യത വരെ കിടക്കണം ആ വഴി. അപ്പം നിൻ്റെ വഴികളിൽ എന്ത് ചെയ്യും? നിന്നെ കാത്തുകൊള്ളും, നിത്യത നേടുന്നതിലെന്ന്. ഈ വൈശാഖ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അത് എന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു വാക്കാണ്. മരണം വരെ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇതെങ്ങനെ തുടങ്ങിയത്? കൃപാസനം മാതാവ് എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാടെന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആളാണ്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അനുഭവത്തിലൂടെ ഈ മനുഷ്യൻ എന്നെ കണ്ടില്ലേ. ഇപ്പം എന്താ അവസാനം പറയണത്? മരണം വരെ നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണം. അപ്പം ആ ഉടമ്പടിയെക്കുറിച്ച് ആ മനുഷ്യന്
ജീവിതത്തിൽ ഏറ്റവും വലിയ കൺവിക്ഷനായിപ്പോയി. ഞാനെപ്പോഴും സന്തോഷിക്കണതേ, ഞാൻ എപ്പോഴും വൈ ഐ ആം എ മിഷണറി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, വൈ യു ആർ എ മിഷണറി. കാരണം എൻ്റെ ഉടുപ്പ് എൻ്റെ പട്ടം കിട്ടി 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടുപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ മിഷണറി ആണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇടവക ജീവിക്കുമ്പോൾ തന്നെ ഒരു മിഷൻ കോൺഗ്രിഗേഷൻ പോയി ചേരേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇടവക വൈദ്യന് മിഷണറി ആകാൻ പറ്റും. മിഷണറിയുടെ ജോലി എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മിഷണറിയായി. ഇപ്പം ഞാൻ മിഷണറിയായി, നിങ്ങളും മിഷണറി ആയില്ലേ? ഇപ്പം നിങ്ങൾ മിഷണറി അല്ലേ? ഇപ്പം അപ്പോൾ അതിനേക്കാൾ വലിയൊരു ജോലി ഒരു മനുഷ്യന് ദൈവത്തിന് വേണ്ടി ചെയ്യാനില്ല. അതാണ് പ്രശ്നം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വിഷയം, എന്നോട് ചോദിക്കണം നിങ്ങൾ വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്ന് അറിയാമോ? എന്നോട് ചോദിക്കണം വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ക്രിസ്തു എന്ന് പറയുന്ന ആൾ, ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. അത്രയ്ക്ക് സംഭവമാണ് കർത്താവ്. നിങ്ങൾക്ക് ഞാൻ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നു പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മാതാവുമായിട്ടാണ് ബന്ധമെന്ന്. അങ്ങനെയല്ല, അത് സംഭവം അതല്ല. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം എന്ന് പറയണത് ഞാൻ ക്രിസ്തുവുമായിട്ട് ഏതാണ്ട് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടേ. അതൊരു ആനപ്പുറത്ത് വെള്ള ലോഹയിട്ട് ചുവപ്പ് അങ്കിയിട്ട കർത്താവ് ആനപ്പുറത്ത് പോകണം. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് 4 വയസ്സിലെ സ്വപ്നം. അന്ന് മുതലാണ് ഞാൻ ഈ കർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ എൻ്റെ അപ്പനുമായിട്ട് 7ാമത്തെ വയസ്സിലോ അതോ 6ാമത്തെ വയസ്സിലോ ഞാൻ അപ്പനുമായിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങൾ ചെമ്പരത്തിക്കാട്ടിലെ കർത്താവിൻ്റെ ഒരു വലിയ മുൾക്കിരീടം അഴിഞ്ഞ രൂപം കാണും. അന്ന് മനസ്സിലായില്ല ഇത് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഞാൻ അപ്പനോട് പറയും, അപ്പ അതെ കർത്താവ് നിൽക്കണേ. ഏത് കർത്താവ്? ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിലൊരു കർത്താവുണ്ട്. ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് കർത്താവിൻ്റെ തലേ മുഴുവൻ മുൾക്കിരീടമാണ്. അപ്പോൾ ആ കർത്താവിനാണ് ഞാൻ ഇരുട്ടത്ത് ഈ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ സന്ധ്യയ്ക്ക് ചെമ്പരത്തിക്കാട്ടി കാണുന്നത്. കർത്താവ് എന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ട കർത്താവിൻ്റെ മുഖം തന്നെയുള്ള ഇതെന്ന്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നോ കർത്താവ് എന്നെ കുറിച്ചപ്പെടുന്നോ അതും എനിക്കറിയത്തില്ല. എൻ്റെ പ്രായം ചെറുതാണല്ലോ. പക്ഷേ അതേസമയം തന്നെ കർത്താവ് എന്ന് എനിക്ക് പുറത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ കൺമുമ്പിലുണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട്. അന്ന് മുതലാണ് ഞാൻ ഈ ആളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ മുഴുവനും അത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് അവസാനം ഞാൻ പട്ടത്തിന് ചേർന്ന് പട്ടം പഠിക്കി കഴിഞ്ഞ് പട്ടത്തിൻ്റെ സമയത്തൊക്കെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ഞാൻ പട്ടം എനിക്ക് ദൈവം തന്നതിന് ശേഷം ഞാൻ പള്ളിയിലോട്ട് വന്നു. ഒരു പള്ളി, മനക്കോടം പള്ളി. നിങ്ങൾ മനക്കോടത്ത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് അപ്പം ചെയ്യണ പള്ളി മനക്കോടം പള്ളിയാണ്. ഞാൻ ഇടവക ജീവിതം ഏതാണ്ട് അവസാനിപ്പിക്കണത് അവിടെ വെച്ചാണ്. കാര്യം അവിടെ വന്ന് തന്നെ തിരിച്ചു വന്ന് ഞാൻ അവിടെ കൊറോണ വികാരിയായിട്ടാണ് ഒരു സെക്ഷൻ ജീവിതം അവസാനിപ്പിക്കണത്. പിന്നെ ഇരുന്നെല്ലാം കൊച്ചുപള്ളി ചാപ്പൽ കെയർടേക്കറായിട്ട് ഇരുന്നത്. ഇപ്പോഴും ഒരു കൊച്ചുപള്ളിയായിരിക്കണേ. അപ്പോൾ അതൊരു സെക്ഷനാണ്. അവിടെ വെച്ചാണ് 2004 അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് കൊച്ചുപള്ളിയിൽ ഞാൻ അസ്തേന്ത്യയായിട്ട് വന്ന പള്ളി തന്നെ കൊറോണ വികാരിയായിട്ട് വന്നിട്ട് എൻ്റെ പട്ട ജീവിതം ഏറെക്കുറെ ഒരു കട്ട എത്തുമ്പോഴാണ് 2004 അപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ. പിന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ആധ്യാത്മികമായ യാത്രയിൽ ആദ്യം സംഭവിക്കുന്നത് അമ്മ ഞാൻ ആ കൊച്ചു പള്ളിയിൽ ഈ മരക്കൂടത്ത് പള്ളിയിൽ ചാർജ് എടുത്ത് ഒരു ജനുവരി 18-ാം തീയതി ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മ അധികം യാത്ര ചെവി കേൾക്കാൻ കാരണം അധികം യാത്ര ഒന്നുമില്ല. അപ്പം മനക്കൂടത്ത് എവിടെയോ ഒരു അടിയന്തരത്തിന് വന്ന അമ്മ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ അച്ഛനായി ചാർജ് എടുത്തിട്ട് 3 ദിവസം ആയുള്ളൂ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാനൊരു ഷെഡിൽ താമസിക്കുകയാണ്. കാര്യം അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛന്മാർക്ക് താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു. ചവവണ്ടി ഇട്ടിരുന്ന സ്ഥലത്തുനിന്ന് ചവവണ്ടി അവരെടുത്ത് മാറ്റിയിട്ട് എന്നെ കയറ്റി കിടത്തി അവിടെ. അത്രയുള്ള സംഭവം. ആ ഒരു കാലമാണത്. കാര്യം ആ പള്ളിയിൽ ഇന്ന് നല്ല സിറ്റുവേഷൻ ഉണ്ട് അവിടെ. ഞാനും കൊറോണ വികാരിയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അവിടെ പോയി താമസിച്ചത്. പക്ഷേ ഞാൻ തുടങ്ങിയത് ശവവണ്ടി എൻ്റെ അരികിൽ കിടക്കും, ഞാൻ ഇപ്പുറത്ത് ഷെഡിൽ കിടക്കും. ഷെഡിൽ കിടന്ന് ശവവണ്ടി പുറത്തെടുത്തിട്ട് അതിനൊരു പ്രത്യേക ഒരു ചാർത്ത് എടുത്തിട്ട് ഞാൻ ഈ ഷെഡിൽ ഒരു കട്ടിലിട്ട് അവിടെ കിടക്കും. അങ്ങനെയാണ്. അപ്പോൾ അവിടെ ആണ് അമ്മ വരണത്. അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ എനിക്ക് ഒരു പടം തന്ന്. കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ സ്വരത്തിൽ സംസാരിക്കണം, അമ്മയ്ക്ക് അധികം കേൾക്കാൻ പാടില്ല. അപ്പോൾ അമ്മ അധികം സംസാരിക്കണില്ല. ഞാൻ ഒരു അടിയന്തരത്തിൽ വന്നാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മ എനിക്കൊരു പടം തന്നു. പടം കണ്ടോടുകൂടി കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഞാൻ ആ 6 വയസ്സിലാ മറ്റേ ചെമ്പരത്തിക്കാട്ടി കണ്ട അതേ പടം, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ പണ്ടുണ്ടായിരുന്ന പടം തിരിച്ച് അമ്മ എനിക്ക് തന്നു. അതൊരു സ്ഥിരീകരണമാണ്. എന്നുവെച്ചാൽ നിൻ്റെ കൂടെ നീ ഇന്ന് എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ജോലി നിന്നെ ഞാൻ വിളിച്ചത് 4 വയസ്സിലും 6 വയസ്സിലുമാണ് നിന്നെ വിളിച്ചത്. അത് നീ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഓർമ്മ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. മുൾക്കിരീടം വഹിച്ചാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യങ്ങൾ. ഈ ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ഛായയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ ഉടനെ ദൈവം എന്നെ കൈവിട്ടു, ഉടമ്പടിയെടുത്തിട്ട് എന്ത് കാര്യം?
ഉടമ്പെടുക്കാത്തവന്മാരൊക്കെ അടിച്ചോട് ജീവിക്കണം, ഞാൻ മാത്രം നരകിക്കണമൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ശാസി ഡയലോഗ് അടിക്കരുത്. മിണ്ടാതിരിക്കണം, മൗനമായിരിക്കണം, മറിയത്തെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.